ഹലോ, ഇത് മാഞ്ചസ്റ്റർ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നാണ് ഈ പ്രാവശ്യം ഞാൻ വന്നത്. മിക്കവാറും അവിടെ നിന്ന് തന്നെയാണ് വരാറ്. 1-2 തവണ മാത്രമേ ലണ്ടനിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ എയർപോർട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു എയർക്രാഫ്റ്റിൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ഇത്തിഹാഡാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നു. അപ്പോൾ അവിടെ സീസണിൽ കാത്തു നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്ന് കിടക്കുന്നുണ്ട്, ഇത്തിഹാഡ്. അപ്പോൾ ഇതിലാണ് ഞാൻ യാത്ര. അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ പിടിച്ച് അവിടെ സമയം കളയണമല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വീഡിയോസ് ഇങ്ങനെ എല്ലാം ഇവിടെ പോണതും യാത്ര ചെയ്യുന്നതും പൂക്കളും ഒക്കെ ഞാൻ വീഡിയോ പിടിച്ച് ഇടാറുണ്ട്. നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇങ്ങനെ ഇതൊക്കെ കാണാമല്ലോ. എൻ്റെ മക്കൾക്കായാലും കൊച്ചുമക്കൾക്കൊക്കെ ഇത് കാണാമല്ലോ. ഞാൻ ജീവനോടെ ഉള്ളതുപോലെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ പിടിച്ചിടും. എത്ര കാലം കഴിഞ്ഞാലും വീഡിയോസ് അവിടെ കിടക്കും. പിന്നെ ആവശ്യമുള്ളവർക്ക് കാണാം, ആവശ്യമില്ലെങ്കിൽ കാണണ്ട. കുറേ നാൾ കഴിയുമ്പോൾ എല്ലാം ഓർമ്മകളായിട്ട് മാറും. എന്നാലും അവിടെ കിടന്നോട്ടെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടങ്ങൾ കൊണ്ട് ഞാനങ്ങനെ വീടിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരിക്കുമ്പോൾ നടക്കണം തോന്നും. അപ്പോൾ അങ്ങനെ നടന്നു വന്ന് എമർജൻസി എക്സിറ്റിൻ്റെ അടുത്തിരിക്കും. പുറത്തേക്ക് നോക്കും, കാഴ്ചകൾ കാണും. കാഴ്ച കാണാനായിട്ട് മേഘങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വീഡിയോ ഒക്കെ പിടിച്ച് സമയം കളയും. നമുക്ക് സിനിമ കാണാൻ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇരുന്ന് സിനിമ കാണും, ഗെയിം കളിക്കും. അങ്ങനെയൊക്കെ നാട്ടിലേക്ക് എത്തുന്ന ഒരു വീഡിയോ ആണത്. ഞാനിത് വെളുപ്പിന് 4 മണിക്ക് ഇന്ത്യയിൽ ഇറങ്ങി. ആദ്യം മാഞ്ചസ്റ്റർ ടു അബുദാബി ആയിരുന്നു. പിന്നെ അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്കായിരുന്നു. അപ്പോൾ അതിലിടയ്ക്കുള്ളത് ഈ കാണുന്ന ഭാഗം ഞാൻ നാട്ടിലേക്ക് വരുന്നതാണ്. അതായത് അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക്. ഇപ്പോൾ ഈ ഫ്ലൈറ്റ് മൂവ് ചെയ്യണത് മാഞ്ചസ്റ്ററിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഒരു ഫ്ലൈറ്റിൻ്റെ വീഡിയോ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റിലേക്ക് തരാൻ മറക്കണ്ട.